അതിലൊന്നാമത്തെ കാര്യം, താഴ്മ എന്താണെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എന്തല്ല താഴ്മയെന്നും ഞാനും നിങ്ങളും തിരിച്ചറിയണം. താഴ്മയുള്ള ഒരാളുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടും സ്യൂട്ടും ഇട്ട് നിൽക്കുന്ന ഒരാളുടെ പടമൊന്നും വരയ്ക്കത്തില്ല. പകരം ഇങ്ങനെ മുഖമൊക്കെ കുനിച്ച് ഒരു പാവത്താൻ പോലെ നിൽക്കുന്ന, ബാഹ്യമായി അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ ചിത്രമേ നമ്മുടെ ഭാവനയിൽ പോലും വരത്തുള്ളൂ. ഞാനും നിങ്ങളും തിരിച്ചറിയണം, താഴ്മ എന്ന് പറയുന്നത് കേവലം ബാഹ്യമല്ല. കാരണം അത്രയധികം വ്യാജന്മാർ താഴ്മ എന്ന ഗുണത്തിനുണ്ട്. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സാത്താൻ്റെ ഇഷ്ടമുള്ള പാപമാണ് താഴ്മയുടെ കൃത്രിമ അനുകരണം എന്ന് പറയുന്നത്. സ്വയമേ മോശമായി ചിന്തിക്കുന്നതും വില കുറച്ച് സംസാരിക്കുന്നതും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതുമൊക്കെ താഴ്മയുടെ ലക്ഷണമായി ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മിലേക്ക് കൊണ്ടുവരിക എന്ന അഹങ്കാരത്തിൻ്റെ സൂചന അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്.